വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന മലയാളി വീട്ടമ്മ റിയാദിൽ ശ്രദ്ധയാകർഷിക്കുന്നു. സൗദി അറേബ്യയിലെ റിയാദിൽ വീട്ടമ്മയായ റജീന നിയാസാണ് നിറങ്ങളും പാഴ്വസ്തുക്കളും ഉപയോഗിച്ച് ചിത്രങ്ങളും ശില്പങ്ങളും തയ്യാറാക്കുന്നത്. ഇവരുടെ ചിത്രങ്ങളും കലാരൂപങ്ങളും സ്വദേശികളുടെ ഇടയിൽ വിപണി സാധ്യത വർദ്ധിച്ചതോടെ റജീനയുടെ നിറക്കൂട്ടുകൾക്ക് തിരക്കേറുകയാണ്. ഗൾഫ് ജീവിതത്തിലെ വിരസതയകറ്റാനാണ് റജീന ചിത്രരചന ആരംഭിച്ചത്. ഗൾഫ് ജീവിതത്തിലെ വിരസതയകറ്റാനാണ് റജീന നിയാസ് ജന്മനാസിദ്ധിച്ച ചിത്രരചന തുടങ്ങിയത്. പ്രൊഫഷണൽ ചിത്രകാരന്മാരെ പോലും അതിശയിപ്പിക്കുന്ന രചനകളാണ് റജീനയെ വരയുടെ ലോകത്ത് ശ്രദ്ധേയമാക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴയെ പ്രണയിക്കുന്ന റജീന പേമാരി പ്രമേയമാക്കിയ നിരവധി ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്. മഴയുടെ സൗന്ദര്യവും കോപവും സല്ലാപവുമെല്ലാം ഇതിലുൾപ്പെടും. ശാസ്ത്രീയമായി ചിത്രകല അഭ്യസിച്ചിട്ടില്ലെങ്കിലും വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ്, ഫാബ്രിക് പെയിന്റിംഗ്, അക്രിലിക് തുടങ്ങിയ മാധ്യമങ്ങളിൽ അനായാസം റജീനയുടെ ഭാവന വിരിയും. സീസൺ, ഗോഡ്സ് ഓൺ കിഡ്സ്, സ്റ്റോപ്പ് വയലൻസ്, എഗെയിൻസ്റ്റ് വുമൺ, ഇമോഷൻസ് തുടങ്ങിയ തലക്കെട്ടുകളിൽ വിസ്മയം വിരിയിക്കുന്ന വരകളാണ് റജീന തയ്യാറാക്കിയിരിക്കുന്നത്. കരകൗശല കലയിൽ ലഭിച്ച ചെറിയൊരു പരിശീലനത്തിനപ്പുറം ചിത്രകലയിൽ ഒരു പഠനവും ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലം മുതലേ ചിത്രം വരയ്ക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. സ്വയം അഭ്യസിച്ചതാണ്. അതുകൊണ്ട് തന്നെ പറയാൻ പ്രത്യേകിച്ച് ഗുരുക്കന്മാരുമില്ല. ഇന്റർനെറ്റ് സ്വയം പഠനത്തിന് സൗകര്യമൊരുക്കി എന്ന് വേണമെങ്കിൽ പറയാം. പെയിന്റിങ്ങിന് പുറമെ രേഖാചിത്രരചനയിലും സ്വന്തമായി വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിനെ വരച്ച പെൻസിൽ സ്കെച്ചിനെ കുറിച്ച് അറബ് ന്യൂസിൽ വന്ന വാർത്ത വലിയ പ്രചോദനമായി. വാസ്തവത്തിൽ ഫേസ്ബുക്കാണ് തന്നിലെ ചിത്രകാരിയെ ഉണർത്തിയതെന്ന് റജീന പറയുന്നു. വരച്ച ചിത്രങ്ങൾ ഫേസ്ബുക്കിലിട്ടപ്പോൾ കിട്ടിയ അനുമോദനങ്ങളും പിന്തുണയുമാണ് ചിത്രകലയെ ഗൗരവത്തിലെടുക്കാൻ പ്രേരിപ്പിച്ചത്. പഠിച്ചിട്ടില്ല ഞാൻ. പിന്നെ ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ സീരിയസ് ആയിട്ട് വരച്ചിട്ടൊന്നുമില്ല. പിന്നെ ചെറുപ്പം മുതലേ ആർട്ടിലൊക്കെ നല്ല താല്പര്യമാണ്. ക്രാഫ്റ്റ് വർക്കുകളും ഒക്കെ ചെയ്യാറുണ്ട്. ധൈര്യപൂർവ്വം ഒരു ചിത്രം വരച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ വന്നിട്ട് 6 വർഷമായി. അപ്പോൾ ഞാൻ നോർമലി ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതത്ര ഇൻട്രസ്റ്റഡായി തോന്നിയില്ല. പിന്നെ പോകുന്ന ബുദ്ധിമുട്ടും എല്ലാതും. അപ്പോൾ പിന്നെ ജോലി നിർത്തി. പിന്നെ മോളായി. പിന്നെ ഈ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ പൊങ്ങി വന്നു എന്ന് പറയാം. ഇവിടെയുള്ള പ്രത്യേക ജീവിത സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ പതുക്കെ വരച്ചു തുടങ്ങി. പിന്നെ ഫേസ്ബുക്ക് മീഡിയ അതൊരു വലിയൊരു ഇതാണ്. പിന്നെ ഫസ്റ്റ് ഒരു പിക്ചർ വരച്ചു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കമൻസും ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. അപ്പോൾ രണ്ടാമതൊന്ന് വരച്ചു. അങ്ങനെ അതങ്ങ് ഇമ്പ്രൂവ് ആയി എന്ന് പറയാം. പ്രദർശനത്തിൽ അണിനിരത്താൻ യോഗ്യമായ 60 പെയിന്റിങ്ങുകൾ തയ്യാറാണ്. ഒരു പ്രദർശനം നടത്തുക എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. തൃശൂർ ചേലക്കര പുതുവീട്ടിൽ പരേതനായ അബ്ദുൾ റസാഖിന്റെ 3 മക്കളിൽ ഒരാളായ റജീന റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി ചെയർമാൻ നിയാസ് ഉമറിന്റെ ജീവിത പങ്കാളിയാണ്. ആലപ്പുഴ സ്വദേശിയായ നിയാസിനോടൊപ്പം 9 വർഷം മുൻപാണ് റിയാദിലെത്തിയത്. ഞങ്ങൾ പൊതുവെ റെഗുലർ ഡേയ്സിൽ ഒരു 4:30 ആകുമ്പോഴേക്കും ഡേ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാനൊരു 7:30-8 മണിക്ക് ഓഫീസിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ മോൻ വരുന്ന ആ ടൈം, ആ ഗ്യാപ്പ് അനുസരിച്ച് കഴിഞ്ഞാൽ ഡേ ടൈം യൂഷ്വലി പെയിന്റ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. സൗദി സ്നാക്ക് ഫുഡ് കമ്പനിക്ക് കീഴിൽ ലേസിന്റെ ബ്രാൻഡ് മാനേജറായ ഭർത്താവിനോടൊപ്പം സാധാരണ വീട്ടമ്മയായി കഴിഞ്ഞിരുന്ന റജീന അടുത്ത കാലത്താണ് ചിത്രകലയിലേക്ക് ഗൗരവമായി തിരിഞ്ഞത്. തീം ബേസ്ഡ് ആണ് ചെയ്യുന്നത്. മനസ്സിൽ കുറേ തീംസ് ഉണ്ട്. അപ്പോൾ ചുറ്റുപാടും കാണുന്നതും കേൾക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ പ്രകൃതി ഭംഗി തന്നെ അതൊക്കെ മനസ്സിലുണ്ട്. പിന്നെ ഓരോ മൂഡനുസരിച്ച് ചെയ്യും. മദർ ആൻഡ് ചൈൽഡ് അത് നല്ല പെയിൻറ്റിംഗ് ആണ്. അനാഥത്വം ചെയ്തിട്ടുണ്ട്, അനാഥ ബാല്യം. പിന്നെ സ്ത്രീ പീഡനം ആസ്പദമാക്കി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവാസം നാട് എന്നില്ല. നമ്മൾ മനുഷ്യൻ്റെ ആ ഒരു എന്താ പറയുക, അധികം ഹാപ്പിനെസ്സാണ് ഇഷ്ടം, കളർഫുള്ളാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു ഇതിലാണ് അധികം ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളും ആ രീതിക്കാണ് പോകുന്നത്. നിയാസ് ഉമറിന്റെ സൗഹൃദത്തിലൂടെയാണ് രചനകൾ വിറ്റഴിയുന്നത്. ആവശ്യക്കാർ ഏറിയതോടെ reginaarts.com എന്ന പേരിൽ വെബ്സൈറ്റിനും രൂപം നൽകിയിട്ടുണ്ട്. റജീനയുടെ ചിത്രങ്ങൾ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. എനിക്ക് കഴിയുന്നത്രയും കൂടുതൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. അത് കഴിയുന്നത്ര എല്ലാ തീംസും അതിൽ കൊണ്ടുവരണം എന്നുണ്ട്. ചുറ്റുപാടുള്ള കാര്യങ്ങൾ
ബേസ് ചെയ്ത് വരയ്ക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു അറൗണ്ട് 65 പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെൻസിൽ പോർട്രേറ്റ്സ് ചെയ്യുന്നുണ്ട്. എക്സിബിഷൻ ഇൻഷാല്ലാ ഈ ഇയറിൽ റിയാദിലും പിന്നെ ബഹ്റൈനിലും ചെയ്യാൻ പ്ലാനുണ്ട്. 18 പെയിൻറ്റിങ്സ് സോൾഡ് ഔട്ടായി. ഞാൻ വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട്സ് വഴി അവർ വെബ്സൈറ്റ് നോക്കി അത് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് അപ്പോൾ ഇവിടുത്തെ സ്വദേശികൾ തന്നെയാണ് വാങ്ങിച്ചതൊക്കെ. ചിത്രകലയിൽ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നതിന് മുൻപ് ഏറെക്കാലം റിയാദിലെ എരിത്രിയൻ എംബസി വക സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു. ഗണിതത്തിൽ ബിരുദവും ബിഎഡുമുള്ള റജീന വളരെ കുറച്ചുകാലം മാത്രമേ അധ്യാപക ജോലി ചെയ്തിട്ടുള്ളൂ. പിന്നീട് 3 മക്കളുടെ ഉമ്മയായി. പ്രിയതമന്റെ പ്രിയപ്പെട്ട കുടുംബിനിയായി വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി. അപ്പോഴാണ് അതുവരെ മനസ്സിൽ അടങ്ങിക്കിടന്ന ചിത്രകാരി പുറത്തു ചാടിയത്. അത് ഇന്ന് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഹ്ലാദവും അർത്ഥവും പ്രതീക്ഷയുമായി. വ്യതിരിക്തമായ ചിത്രരചനയിലൂടെ ശ്രദ്ധേയമായ ആർട്ടിസ്റ്റാവുക എന്ന ലക്ഷ്യത്തോടെ ചിത്രകലയുടെ നൂതന സാങ്കേതിക വിദ്യകൾ സ്വയം അഭ്യസിച്ച് പരീക്ഷിക്കുകയാണ് ഈ കുടുംബിനി.